SBIയിൽ അക്കൗണ്ടുള്ളവർക്ക് ഉപയോഗിക്കുന്ന SBIയുടെ മൊബൈൽ ബാങ്കിംഗ് ആപ്ലിക്കേഷനുകളായ യോനോ ആപ്പ്, യോനോ ലൈറ്റ് ആപ്പ്, അതുപോലെ SBIയുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ് തുടങ്ങിയവ ഉപയോഗിക്കുന്ന യൂസർ നെയിം പാസ്വേഡ് മറന്നുപോയി, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ നമ്മൾ വളരെ സ്മൂത്തായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നു, പെട്ടെന്ന് നമുക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഇനി നമ്മുടെ ഫോൺ മാറി പുതിയ ഫോൺ വാങ്ങിയപ്പോൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു, അതിനുശേഷം ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അതുപോലെ നമുക്ക് OTP വരുന്നില്ല. വിദേശ രാജ്യത്താണ് നമ്മളുള്ളതെങ്കിൽ നമുക്ക് OTP വരുന്നില്ല, അതുപോലെ ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഇതുപോലെ കുറേ അധികം പ്രശ്നങ്ങൾ നമ്മുടെ ചാനലിലെ വീഡിയോസുകളിലൊക്കെ കമൻറ്റ് ഇടുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനെല്ലാം പരിഹാരമുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ചിലപ്പോൾ ബ്രാഞ്ചിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്കത് നമ്മൾ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ട് അവർക്ക് പരിഹരിക്കാനും പറ്റാത്ത അവസ്ഥയിലേക്ക് വരും. അപ്പോൾ ഇത്തരം കുറേ അധികം പ്രശ്നങ്ങൾ പോലും നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റുന്നില്ല എങ്കിൽ എങ്ങനെ നമുക്ക് OTP വരുത്തി നമുക്ക് ലോഗിൻ ചെയ്ത് ഉപയോഗിക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ എൻ്റെ ഫോണിലുള്ള യോനോ SBI ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഫോണിൽ SBI അക്കൗണ്ടുള്ളവർക്ക് യോനോ SBI, യോനോ ലൈറ്റ് SBI ഒക്കെ നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരുന്നവരായിരിക്കും. ഇപ്പോൾ അതിലായിരിക്കും പ്രശ്നങ്ങളുണ്ടായിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ യോനോ SBI എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം ലോഗിൻ ചെയ്യുന്നതിനുള്ള ഓപ്ഷനിലേക്ക് വരും. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തു, അതിനുശേഷം ഇവിടെ ലോഗിൻ ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ വന്നു. അപ്പോൾ ഞാനിവിടെ ലോഗിൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്കിവിടെ ലോഗിൻ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ഓപ്പൺ ചെയ്യാം. നമുക്കറിയാവുന്നതാണ് MPIN-ഉം യൂസർ ID-യും. അപ്പോൾ നമ്മുടെ ലോക്കൊക്കെ ആയിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ MPIN ഉപയോഗിച്ച് നമ്മൾ ഓപ്പൺ ചെയ്താലും നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കാൻ പറ്റില്ല, ലോഗിൻ ചെയ്യാൻ പറ്റില്ല. അത് ഇതുപോലെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് വരുന്നത്. യുവർ അക്കൗണ്ട് ഹാസ് ബീൻ ലോക്ക്ഡ് എന്ന് പറഞ്ഞിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഇത് ഒരു റീസൺ മാത്രമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ അൺലോക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് അൺലോക്ക് ചെയ്തതിന് ശേഷം ഇവിടെ യൂസർ ID, പാസ്വേഡും നമുക്ക് ടൈപ്പ് ചെയ്ത് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ യൂസർ ID-യോ പാസ്വേഡോ നമ്മൾ മറന്നുപോയി, അല്ലെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്ത പാസ്വേഡ് തെറ്റായിപ്പോയി, അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ വീണ്ടും ലോഗിൻ എന്ന് പറഞ്ഞ ബട്ടൺ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്പൺ ആവില്ല. നമ്മൾ 3 തവണ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ലോക്കാവും. അപ്പോൾ അന്നത്തെ ദിവസം നമുക്ക് പറ്റില്ല. നമ്മൾ വീണ്ടും ട്രൈ ചെയ്യുകയാണെങ്കിൽ അതും പെർമനൻ്റ് ആയിട്ട് ലോക്കാവും. അപ്പോൾ നമുക്ക് ഇതുപോലെയൊക്കെയുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ ആയിരിക്കും കാണുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ഇത്തരത്തിലൊരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ യോനോ ആപ്പിനകത്തും പറ്റില്ല, നമുക്ക് അതുപോലെ തന്നെ യോനോ ലൈറ്റ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചു കൊണ്ടിരുന്നവർക്ക്, അതായത് യോനോ ആപ്പിലാണ് ഇങ്ങനെ ഒരു പ്രശ്നം പറ്റിയത്, യോനോ ലൈറ്റ് ആപ്ലിക്കേഷനിലേക്ക് പോയി കഴിഞ്ഞാലും പറ്റില്ല, ഇനി നെറ്റ് ബാങ്കിലേക്ക് പോയാലും പറ്റില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെ ആയിരിക്കും. നമ്മൾ ആപ്ലിക്കേഷൻ എന്ത് ചെയ്യും, ഒന്നേന്ന് അൺഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇൻസ്റ്റാൾ ചെയ്യും. ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന അതേ മെത്തേഡിലേക്ക് വന്നിട്ട് വീണ്ടും നമ്മൾ ഇതുപോലെ ശ്രമിച്ചു നോക്കും. നമ്മുടെ SBI ബാങ്കോട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള സിം നമ്പർ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ മെസ്സേജൊക്കെ അയക്കും. അപ്പോൾ ചിലപ്പോൾ OTP ചിലർക്ക് വന്നാലായി, ചിലർക്കത് ഒരിക്കലും വന്നെന്ന് വരില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് യോനോ ആപ്പ് വഴി ഇത് പരിഹരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ പറ്റും, അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. ചിലത് ഇത്തരത്തിലൊന്നും ചെയ്താലൊന്നും നമുക്കത് OTP ഒന്നും വരില്ല. ചിലപ്പോൾ ഇനി ഇതുപോലെ OTP വന്നാലും നമ്മൾ പ്രൊസീഡ് കൊടുത്ത് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ യൂസർ നെയിമും പാസ്വേഡും കൊടുക്കുമ്പോൾ നമുക്കത് വീണ്ടും സെറ്റ് ആവില്ല. നമ്മൾ കൊടുക്കുന്നത് പഴയ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരുന്ന യൂസർ നെയിമും അതിനുശേഷം നമ്മൾ നേരത്തെ ഉപയോഗിച്ചു കൊണ്ടിരുന്ന അതേ പാസ്വേഡും തന്നെയായിരിക്കും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ അതേ യൂസർ ID-യും പാസ്വേഡും ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ നമ്മുടെ യൂസർ നെയിം പാസ്വേഡും ടൈപ്പ് ചെയ്താലും നമ്മുടെ യോനോ ആപ്പിനകത്ത് നമുക്ക് ഇത്തരത്തിൽ പ്രോബ്ലംസ് ചിലർക്കൊക്കെ പരിഹരിക്കാൻ പറ്റുന്നുണ്ടെങ്കിലും പലർക്കും ഇങ്ങനെ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല. നമുക്ക് വീണ്ടും ലോഗിൻ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും. ഞാനിവിടെ സബ്മിറ്റ് കൊടുക്കുമ്പോൾ മിക്കവർക്കും വരുന്നതെന്ന് പറഞ്ഞാൽ OTP വരില്ല. ഇതായിരിക്കും മെയിനായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ OTP എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ കൊടുക്കുന്നു, വരുന്നില്ല. വീണ്ടും നമ്മൾ റീസെൻറ്റ് OTP എന്ന് പറഞ്ഞ് കൊടുക്കും. ചിലർക്കത് വരും, ചിലർക്കത് വരില്ല. അതിൻ്റെ കാരണം ഇവിടെ നമ്മൾ ഫസ്റ്റ് ടൈം ലോഗിൻ ചെയ്യുമ്പോൾ 6 അക്ക OTP അല്ല ഇവിടെ വരേണ്ടത്, ഒരു 8 അക്ക OTP ആണ് വരേണ്ടത്. അതുകൊണ്ടാണ് ഈ യോനോ ആപ്പിനകത്ത് പറ്റാത്തത്. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇത് വെബ്സൈറ്റ് വഴി മാത്രമേ നമുക്ക് പരിഹരിക്കാൻ പറ്റൂ. അപ്പോൾ ഞാനത് കാണിക്കാം. അതിന് മുന്നേ ഞാൻ ഒരു കാര്യം കൂടെ ഇവിടെ കാണിക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ ആപ്ലിക്കേഷൻ തന്നെ ക്ലോസ് ചെയ്യുകയാണ്. ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മുടെ യോനോ ലൈറ്റ് SBIയിലേക്ക് വരാം. അപ്പോൾ നേരത്തെ യോനോ ലൈറ്റ് SBI പ്രവർത്തിച്ചുകൊണ്ടിരുന്നതായിരിക്കും നമ്മൾ യോനോ ആപ്പിനകത്ത്, അല്ലെങ്കിൽ തിരിച്ചായിരിക്കും. അങ്ങനെ ആയിരുന്നാലും നമ്മൾ യൂസർ ID, പാസ്വേഡൊക്കെ തെറ്റി ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ തെറ്റിക്കഴിഞ്ഞാൽ ഒരു ആപ്പിലും വർക്കാവാത്ത അവസ്ഥ വരും. പിന്നെ നമ്മൾ ഞാനിവിടെ യോനോ ലൈറ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു. ആപ്ലിക്കേഷൻ ചെയ്താലും നമുക്ക് ഇതുപോലെയുള്ള പ്രോബ്ലംസ് തന്നെ ആയിരിക്കും വരുന്നത്.
ഇവിടെ എം പിൻ ഉപയോഗിച്ച് ഞാൻ ലോഗിൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ യോനോ ലൈറ്റ് ഉപയോഗിച്ചു കൊണ്ടിരുന്നതാണ്. എന്നാൽ യോനോ ആപ്പിനകത്താണ് ഇത്തരം പ്രോബ്ലം ഉണ്ടെങ്കിലും നമുക്കിതുപോലെ യോനോ ലൈറ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ പിന്നെ എറർ കാണിക്കും. ലോക്ക്ഡ് എന്ന് പറഞ്ഞാണ് കാണിക്കുന്നത്. അപ്പോൾ 3 ഇൻവാലിഡ് യൂസർ നെയിം പാസ്വേഡൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോഴായിരിക്കും ഇത്തരത്തിലൊക്കെ പ്രശ്നം വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഒന്നും ഇതൊന്നും ശ്രദ്ധിക്കില്ല. പിന്നീട് ആപ്ലിക്കേഷൻ വർക്കാവാതെ വരുമ്പോൾ നമ്മൾ ഇതൊന്നും ശരിയാവുന്നില്ല എന്ന് പറയും. നമുക്കിവിടെ തന്നെ ലോക്ക് അൺലോക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കവിടെ ഇതുപോലെ സെലക്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കവിടെ ലോക്ക് യൂസർ അൺലോക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് യൂസർ നെയിമും അക്കൗണ്ട് നമ്പരും താഴെ കാണുന്ന ക്യാപ്ചയും ക്ലിക്ക് ചെയ്ത് നമുക്ക് ടൈപ്പ് ചെയ്ത് നമുക്ക് OTP വരികയാണെങ്കിൽ നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെയും OTP പ്രശ്നം വന്ന് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. അത്തരത്തിലൊരു പ്രശ്നം നിങ്ങൾക്ക് നേരിടുകയാണെങ്കിൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നാണ് ഞാനിവിടെ ഇനി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ഫോണിലുള്ള ഗൂഗിൾ ക്രോം എന്ന് പറഞ്ഞ വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യുക, ആപ്ലിക്കേഷൻ. അപ്പോൾ ഇതുവഴി നമുക്ക് എല്ലാ കാര്യങ്ങളും പരിഹരിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഗൂഗിൾ ക്രോം വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്ത് മുകളിലുള്ള സെർച്ച് ബാറിൽ നമ്മൾ SBI എന്ന് സെർച്ച് ചെയ്യുക. അതിനുശേഷം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് SBIയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് നമുക്ക് എത്താം. ഇവിടെ നമുക്ക് പേഴ്സണൽ ബാങ്കിങ് ലോഗിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് കണ്ടിന്യൂ ടു ലോഗിങ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോകാം. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് വഴി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് കിട്ടുന്നില്ല, നിങ്ങൾ ഇതുപോലെ പോയതിന് ശേഷം നമ്മൾ ഈ സൈറ്റിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നമുക്കിവിടെ താഴെ ഫർഗറ്റ് യൂസർ നെയിം പാസ്വേഡ് എന്ന് പറഞ്ഞ ഓപ്ഷനൊക്കെ കാണാം. അപ്പോൾ നമ്മൾ ഇതൊന്നും ആദ്യം ചെയ്യാതിരിക്കുക. നമ്മൾ വീണ്ടും താഴേക്ക് ഡ്രാഗ് ചെയ്ത് വരുമ്പോൾ താഴെ എത്തുമ്പോൾ നമുക്കിവിടെ ഒരു റെഡ് കളറിൽ ലോക്ക് ആൻഡ് അൺലോക്ക് യൂസർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഞാനിതാ ഇവിടെ വരച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിലാണ് ഫസ്റ്റ് ടൈം നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ്, നമുക്ക് യോനോ ആപ്പ് യോനോ ലൈറ്റ് ഒന്നും വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഇതുപോലെ വരും. സെലക്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞ് വരും. ഇവിടെ ലോക്ക് യൂസർ ആക്സസും അൺലോക്ക് യൂസർ ആക്സസ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ അൺലോക്ക് യൂസർ ആക്സസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ യൂസർ നെയിം ടൈപ്പ് ചെയ്യുക. അപ്പോൾ യൂസർ നെയിം നിങ്ങൾക്ക് ഇനി അറിയില്ല എങ്കിൽ, നിങ്ങളുടെ യൂസർ നെയിമാണ് പ്രോബ്ലം മറന്നു പോയിട്ടുള്ളതെങ്കിൽ അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള വീഡിയോ നമ്മുടെ ചാനൽ 2-3 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് കണ്ട് യൂസർ നെയിം കണ്ടുപിടിക്കുക. അതിനുശേഷം നമുക്കിതാ ഇതുപോലെ യൂസർ നെയിം അക്കൗണ്ട് ഡീറ്റെയിൽസും കൊടുത്തിട്ട് നമ്മുടെ അൺലോക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ലോക്കായിട്ടുള്ള സംഭവം എല്ലാം മാറി കിട്ടി. അപ്പോൾ നമുക്ക് അൺലോക്ക് ആയതിനു ശേഷം മാത്രമേ നമുക്കിനി പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ പറ്റൂ. പലരും ഈ അൺലോക്ക് ചെയ്യാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ നോക്കും, അല്ലെങ്കിൽ യൂസർ നെയിം കണ്ടുപിടിക്കാൻ നോക്കുമ്പോൾ പ്രശ്നം വരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഫസ്റ്റ് ടൈം നമ്മൾ യൂസർ നെയിം കണ്ടുപിടിക്കുക. യൂസർ നെയിം അറിയില്ല എങ്കിൽ അതിനുശേഷം ലോക്ക് മാറ്റിയതിന് ശേഷം ഇതുപോലെ വരിക. ഇവിടെ നമുക്ക് ഇനി അടുത്ത് ചെയ്യേണ്ടത്, നമുക്ക് യൂസർ നെയിം പാസ്വേഡ് ലോക്ക് മാറ്റി യൂസർ നെയിം പാസ്വേഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് ക്യാപ്ച കൊടുത്താലും ചിലപ്പോൾ നമുക്ക് ലോഗിൻ ആവാൻ പറ്റില്ല, റീസെറ്റ് പാസ്വേഡ് എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ശാശ്വതമായ പരിഹാരത്തിന് ഫർഗറ്റ് യൂസർ നെയിം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഫസ്റ്റ് ടൈം നിങ്ങൾക്ക് യൂസർ നെയിം മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഫർഗറ്റ് യൂസർ നെയിം എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഞാൻ ഇവിടെ ഇപ്പോൾ കാണിച്ചത് ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് യൂസർ നെയിം കണ്ടുപിടിക്കുക. അപ്പോൾ ഇനി യൂസർ നെയിം അറിയാമെങ്കിലാണ് ലോക്ക് മാറ്റിയത്. ഇനി വീണ്ടും നമ്മൾ ഈ ഫർഗറ്റ് യൂസർ നെയിം എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു സൈറ്റിൽ വരും. ഇവിടെ നമുക്ക് ഇത്തരത്തിലൊരു ഓപ്ഷൻ കാണും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് യൂസർ നെയിം മാത്രമല്ല, നമുക്ക് കണ്ടോ ഫർഗറ്റ് യൂസർ നെയിമിൻ്റെ തൊട്ട് മുകളിൽ ഫസ്റ്റ് തന്നെ ഫർഗറ്റ് മൈ ലോഗിൻ പാസ്വേഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ നമ്മളെ പാസ്വേഡ് മറന്നുപോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ യോനോ ആപ്പ് വർക്ക് ചെയ്യുന്നതിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്. ഫസ്റ്റ് കാണുന്ന ടിക്ക് മാർക്ക് ഉണ്ടല്ലോ, ഫർഗറ്റ് മൈ ലോഗിൻ പാസ്വേഡ്, ആ ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടോ ഞാൻ ഇവിടെ കാണിക്കുന്ന ഫർഗറ്റ് മൈ ലോഗിൻ പാസ്വേഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകും. ഇവിടെ നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ യൂസർ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അതായത് ലോഗിൻ ചെയ്യുന്നതിനുള്ള യൂസർ നെയിം. അതിനുശേഷം നമ്മുടെ അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്യുക. അത് കഴിഞ്ഞ് കൺട്രി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ വിദേശത്താണ്, ഒരു NRI അക്കൗണ്ടാണ് ഉള്ളതെങ്കിൽ, വിദേശത്തെ മൊബൈൽ നമ്പറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ആ രാജ്യത്ത് നിന്നുകൊണ്ടാണ് നിങ്ങൾ സെറ്റ് ചെയ്യാൻ നോക്കുന്നതെങ്കിൽ ആ രാജ്യത്തിൻ്റെ കൺട്രി കോഡ് കൊടുക്കുക. ആ രാജ്യം സെലക്ട് ചെയ്യുക. അതുപോലെ അവിടുത്തെ നമ്പറാണ് കൊടുത്തിട്ടുള്ളത്, അവിടുത്തെ നമ്പർ കൊടുക്കുക. ഇവിടുത്തെ നമ്പറാണ് കൊടുത്തിട്ടുള്ളത്, ഇവിടുത്തെ നമ്പർ. അപ്പോൾ ഈ നമ്പർ കൊടുക്കുമ്പോഴും OTP വരാത്ത ഒരുപാട് പേർക്ക് പ്രശ്നമുണ്ട്. നമ്മൾ ഇന്ത്യയിൽ ഇരുന്നും കൊണ്ട് വിദേശത്തുള്ള നമ്പറാണ് ബാങ്കിൽ കൊടുത്തിട്ടുള്ളത്, ഇന്ത്യയിൽ ഇരുന്നും കൊണ്ട് പാസ്വേഡ് സെറ്റ് ചെയ്യാൻ നോക്കിയാൽ പറ്റില്ല. അതുപോലെ ഇന്ത്യയിലുള്ള നമ്പർ കൊടുത്തിട്ട് വിദേശത്ത് വെച്ച് പാസ്വേഡ് സെറ്റ് ചെയ്യാൻ നോക്കിയാലും
OTP വരില്ല. അപ്പോൾ അതും കൂടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതും ഒരേ രാജ്യത്തെ ഒരേ നമ്പർ കൊടുത്തതിന് ശേഷം മാത്രം കൺട്രി കോഡും അതുപോലെ മൊബൈൽ നമ്പരും സെലക്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് OTP വരികയും അത് വെച്ച് നമുക്ക് റീസെറ്റ് ചെയ്യാനും പറ്റൂ. അപ്പോൾ അത് ശ്രദ്ധിച്ച് നിങ്ങൾ ആ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. കൃത്യമായിട്ടും ബാങ്കിൽ കൊടുത്തിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് താഴെ വലത് സൈഡ് കാണുന്ന ആ ക്യാപ്ച കോഡ് എടുത്ത് അതേപോലെ ഇപ്പുറത്തെ സൈഡ് കോളത്തിലേക്കൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇത്രയും കഴിഞ്ഞതിന് ശേഷം നമ്മൾ താഴെയുള്ള സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു OTP വരും. OTP വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 8 അക്ക OTP ആണ് വരുന്നത്. നമുക്ക് ഈ യോനോ ആപ്പിലോ യോനോ ലൈറ്റ് ആപ്ലിക്കേഷനിലോ ഇതുപോലെ പാസ്വേഡ് സെറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ 8 അക്ക OTP വരില്ല, 6 അക്ക OTP ആണ് വരുന്നത്. അപ്പോൾ ഇത്തരം കാര്യം വന്നാൽ മാത്രമേ ഇതാ ഇവിടെ കണ്ടോ 8 അക്കത്തിലുള്ള OTP വരുന്നത്. ഇതൊരു പാസ്വേഡ് പോലെ രൂപത്തിലാണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ അവിടെ എടുത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അതിലൊന്ന് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇതുപോലെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കൺഫേം എന്ന് പറഞ്ഞാൽ ടൈപ്പ് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് പാസ്വേഡ് റീസെറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ലോക്ക് മാറ്റിയതിന് തുല്യമായിട്ടേ ആയിട്ടുള്ളൂ. ഇനി നമുക്ക് 3 രീതിയിൽ പാസ്വേഡ് റീസെറ്റ് ചെയ്യാം. നമ്മുടെ ATM കാർഡ് ഉപയോഗിച്ച്, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ പാസ്വേഡ് ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ നമുക്ക് ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ആക്ടിവേഷൻ കോഡ് തരും. ഇത് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. ആക്ടിവേഷൻ കോഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ഉപയോഗിച്ച് ചെയ്യുക. അല്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൈവശമുള്ള ATM കാർഡ് ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾ ATM കാർഡ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി യൂസിങ് പ്രൊഫൈൽ പാസ്വേഡ് ആണെങ്കിൽ അത് ഞാൻ ഇതിന് ശേഷം കാണിക്കാം. അതാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ളത്. രണ്ടും ഒരേ രീതി തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് യൂസിങ് പ്രൊഫൈൽ ATM കാർഡ് ഡീറ്റെയിൽസ് കൊടുക്കുക. അപ്പോൾ എനിക്കിവിടെ ഒന്നിലധികം ATM കാർഡ് ഉള്ളത് കൊണ്ടാണ് കുറേ ATM കാർഡിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരേ ഒരു ATM കാർഡ് ഉള്ളെങ്കിൽ ആ കാർഡിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിരിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിലൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ കാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് സെലക്ട് ആവും. എനിക്കിവിടെ സെലക്ട് ആയി ഒന്നാമത്തത്. അതിനുശേഷം കൺഫേം എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഓപ്ഷൻ വരും. അതായത് കാർഡിൻ്റെ ഡീറ്റെയിൽ നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. കാർഡിൽ നമ്മുടെ പേര് കാണും, ആ പേരവിടെ ടൈപ്പ് ചെയ്യുക. പേരില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ പാസ്ബുക്കിലുള്ള പേര് ടൈപ്പ് ചെയ്താൽ മതി. അതുപോലെ എക്സ്പയറി ഡേറ്റ് അതിന് താഴെ കാണും. അതുപോലെ ATM നിന്ന് പൈസ എടുക്കുന്ന പിൻ നമ്പർ നമ്മളവിടെ ടൈപ്പ് ചെയ്യുക, പിൻ എന്നുള്ളടത്ത്. അത് യോനോ ആപ്പിൻ്റെ MPIN ഒന്നുമല്ല. അപ്പോൾ നമ്മൾ പൈസ എടുക്കാൻ ഉപയോഗിക്കുന്ന ATM കാർഡിൻ്റെ പിൻ നമ്പറാണ് നമ്മൾ ടൈപ്പ് ചെയ്യണം, അല്ല കാർഡിൻ്റെ പിറകുവശത്തുള്ള നമ്പറൊന്നും അല്ല. അത് കഴിഞ്ഞ് അതിന് താഴെ നമുക്ക് ഇവിടെ ഒരു ക്യാപ്ച കൊടുത്തിട്ടുണ്ട്. അതേ ക്യാപ്ച തന്നെ എടുത്ത് ഇവിടെ ഞാൻ വരച്ച് കാണിക്കുന്ന ക്യാപ്ച എടുത്ത് അതിൻ്റെ മുകളിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പ്രൊസീഡ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത്രയുമാണ് ATM. അതിനുശേഷം OTP വരും. അതിനുശേഷമുള്ള കാര്യങ്ങൾ ഞാൻ കാണിക്കുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഫൈൽ പാസ്വേഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ലോഗിൻ ചെയ്യാന്നുള്ള കൂടെ ഞാൻ അടുത്ത് കാണിക്കാം. അത് കഴിഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടെ കാണിക്കാം. അപ്പോൾ 2 രീതിയിൽ പോകുന്നവർക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് പോവുകയാണ്. അതായത് ഈ പ്രൊഫൈൽ പാസ്വേഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഇതേ രീതിയിലേക്ക് വരാമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ യൂസിങ് പ്രൊഫൈൽ പാസ്വേഡ്, ATM കാർഡിന് പകരം യൂസിങ് പ്രൊഫൈൽ പാസ്വേഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് സെലക്ട് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് പ്രൊഫൈൽ പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ പ്രൊഫൈൽ പാസ്വേഡ് അറിയാത്തവർക്ക് അതെങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള വീഡിയോ ഒക്കെ നമ്മുടെ ചാനൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം നിങ്ങൾ ആ പാസ്വേഡൊക്കെ കണ്ടുപിടിക്കുക. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ന്യൂ ലോഗിൻ പാസ്വേഡ് എന്ന് പറഞ്ഞു തരും. അപ്പോൾ നമ്മൾ ATM കാർഡിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തതെങ്കിൽ ഇതുപോലെ വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ന്യൂ ലോഗിൻ പാസ്വേഡ്, എൻ്റർ ന്യൂ ലോഗിൻ പാസ്വേഡ് എന്ന് പറഞ്ഞ് ഫസ്റ്റ് വരുന്ന കോളത്തിൽ നമ്മുടെ പുതിയ ഒരു പാസ്വേഡ്, അപ്പോൾ നമുക്ക് മറന്നുപോയി പാസ്വേഡ്, ഇനി ആ പാസ്വേഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, പുതിയ പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ കോളത്തിൽ നമ്മൾ പുതിയൊരു പാസ്വേഡ് സെറ്റ് ചെയ്യും. പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ 16 അക്കങ്ങൾ വരുന്ന ഒരു പാസ്വേഡ് ആയിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അത്രയും ഹൈ സെക്യൂരിറ്റി ആയിട്ടുള്ള ഒരു വലിയ പാസ്വേഡ് വേണം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇംഗ്ലീഷ് അക്ഷരങ്ങളിലുള്ള വലിയ അക്ഷരങ്ങളും ചെറിയ അക്ഷരങ്ങളും അതുപോലെ ചിഹ്നവും അക്കങ്ങളും വരുന്ന ഒരു പാസ്വേഡ് ആയിരിക്കണം. 16 അക്കം ഉണ്ടായിരിക്കണം. ഞാൻ അത്തരത്തിലൊരു പാസ്വേഡ് അവിടെ സെറ്റ് ചെയ്തു. അതേ പാസ്വേഡ് തൊട്ട് താഴെയുള്ള കളത്തിലും നമ്മൾ ഒരിക്കൽ കൂടെ എടുത്ത് ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുമ്പോൾ ഇതുപോലെ കാണാം, യുവർ ലോഗിൻ പാസ്വേഡ് ഹാസ് ബീൻ റീസെറ്റ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് കാണാം. അപ്പോൾ അപ്പോഴേ നമുക്കൊരു മെസ്സേജും വരും. അത്തരത്തിൽ നമുക്ക് നമ്മുടെ പാസ്വേഡ് സെറ്റായി. ഈ പാസ്വേഡ് നമ്മൾ റീസെറ്റ് ചെയ്തത് പ്രകാരം നമുക്ക് ഇനി യോനോ ആപ്പിനകത്തും യോനോ ലൈറ്റ് ആപ്പിനകത്തും ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിനും ഈ പാസ്വേഡ് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ഏതാണ്ട് കാര്യങ്ങളൊക്കെ സെറ്റാക്കി. ഇനി നമ്മൾ നമ്മുടെ
യോനോ ആപ്പിലേക്ക് വീണ്ടും വരികയാണ്. ആപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ആപ്ലിക്കേഷൻ തുറക്കുമ്പോൾ വരും യോനോ രജിസ്ട്രേഷൻ എന്ന് വരും. അപ്പോൾ നമ്മൾ ഫസ്റ്റുള്ള എക്സിസ്റ്റിംഗ് SBI കസ്റ്റമർ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ബാങ്കോട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള സിം നമ്പർ സെലക്ട് ചെയ്ത് നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഫോണിൽ നിന്നും മെസ്സേജ് പോകാനുള്ള ഒരു ബാലൻസ് ഒക്കെ നമുക്ക് വേണം. അതായത് ബാങ്കോട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള സിം നമ്പറിൽ നിന്നും മെസ്സേജ് പോകാനുള്ള, അപ്പോൾ SMS-നുള്ള ബാലൻസ് ഫോണിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ SMS വരില്ല. അപ്പോൾ അത്തരത്തിലുണ്ടായത് നമ്മൾ ജസ്റ്റ് 1 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആക്ടിവേഷൻ പ്രോസസ്സിലേക്ക് പോകും. ഇതുപോലെ വരും. അപ്പോൾ നമ്മളിവിടെ പ്രൊസീഡ് എന്ന് പറഞ്ഞ ബട്ടൺ കൊടുക്കുക. ഇനി നമ്മൾ നമ്മുടെ യൂസർ നെയിം ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ പുതുതായിട്ട് റീസെറ്റ് ചെയ്ത പാസ്വേഡും നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ പുതുതായിട്ട് റീസെറ്റ് ചെയ്ത പാസ്വേഡ് നമ്മൾ മറന്നു പോകാതെ നമ്മൾ ഓർമ്മിച്ച് തന്നെ ആ പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, കാര്യങ്ങൾ കഴിഞ്ഞു എന്ന് തന്നെ പറയാം. അപ്പോൾ നമുക്ക് ഇത് യോനോ ആപ്പിനകത്താണ്. അപ്പോൾ നമ്മൾ യോനോ ആപ്പിനകത്ത് ഞാനിവിടെ എൻ്റെ യൂസർ നെയിമും പാസ്വേഡും ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. യൂസർ നെയിം പാസ്വേഡും വളരെ നമ്മൾ ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കരുത്, നമ്മൾ ആരും കാണിക്കരുത്. അപ്പോൾ ഞാനിവിടെ 2 ടൈപ്പ് ചെയ്തു. അതിനുശേഷം താഴെയുള്ള സബ്മിറ്റ്, അവിടെ റെഫറൽ കോഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഒന്നും ടൈപ്പ് ചെയ്യേണ്ട. അത് സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എൻ്റർ OTP എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അപ്പോൾ അപ്പോഴും തന്നെ നമുക്കൊരു മെസ്സേജ് വരുന്നതാണ്, OTP വരുന്നതാണ്. OTP വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് വലതുവശത്ത് റീസെൻറ്റ് OTP എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ എനിക്കിവിടെ വന്നു. അപ്പോൾ നേരത്തെ എനിക്ക് OTP വന്നിട്ടില്ല, കണ്ടോ, ഇത് 6 അക്ക OTP ആണ്. നമുക്ക് 8 അക്ക OTP വരേണ്ടടുത്താണ് ഇതിൽ വരാത്തത്, അതുകൊണ്ടാണ് നമുക്കിതുവഴി ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ OTP വന്നു, നിങ്ങൾക്ക് OTP വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ OTP വന്നു കഴിഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഓപ്ഷൻ വരും, ടേംസ് ആൻഡ് കണ്ടീഷൻ. അവിടെ താഴെയുള്ള ടിക്ക് മാർക്ക് കൊടുത്തിട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പുതിയ MPIN സെറ്റ് ചെയ്യാൻ വരും. നമ്മൾ മുൻപ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന MPIN തന്നെ നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾക്ക് 6 അക്ക പിൻ നമ്പർ അറിയാമല്ലോ, നമുക്ക് എപ്പോഴും യൂസർ നെയിമും പാസ്വേഡും ടൈപ്പ് ചെയ്ത് യോനോ ആപ്പിനകത്ത് കയറാൻ കുറേ അധികം സമയം എടുക്കുമല്ലോ. അപ്പോൾ നമുക്ക് 6 അക്ക പിൻ നമ്പർ സെറ്റ് ചെയ്താൽ ഈ 6 അക്ക നമ്പറോ ഫിംഗർ പ്രിൻ്റോ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുള്ള MPIN 2 പ്രാവശ്യം ടൈപ്പ് ചെയ്ത് സെറ്റ് ചെയ്യുക. റീഎൻ്റർ ന്യൂ MPIN എടുത്ത് 2 പ്രാവശ്യം ടൈപ്പ് ചെയ്ത് നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, കംപ്ലീറ്റ് കാര്യങ്ങളും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ലോഗിങ് ആവും. അപ്പോൾ ഇനി ഇത്തരത്തിൽ യോനോ ആപ്പിനകത്ത് ലോഗിൻ ചെയ്ത് കഴിയാൽ നമുക്ക് 6 മാസത്തേക്ക് ഇനിയൊരു പ്രശ്നങ്ങളുണ്ടാവില്ല. യോനോ ആപ്പിലോ യോനോ ലൈറ്റ് ആപ്പോ നമുക്ക് നെറ്റ് ബാങ്കിങ് ഗൂഗിൾ ക്രോം വഴിയോ നമുക്ക് SBI വെബ്സൈറ്റിലോ നമുക്ക് കയറി പൈസ ട്രാൻസാക്ഷനും എല്ലാം ചെയ്യാൻ പറ്റും. നമ്മൾ 6 മാസം കഴിയുമ്പോൾ 6 മാസം ആവുന്നതിന് തൊട്ട് മുന്നേ ഗൂഗിൾ ക്രോമിൽ വഴി യോനോ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൽ കയറി നമ്മുടെ പാസ്വേഡ് വീണ്ടും റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ കൺഗ്രാജുലേഷൻ സക്സസ്ഫുള്ളി രജിസ്റ്റേർഡ് യോനോ ആപ്പ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. നമ്മൾ 6 മാസത്തിനുള്ളിൽ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും യോനോ ആപ്പ് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ പൈസയുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഇവർ 6 മാസത്തെ ഒരിക്കൽ പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ പറയുന്നത്. പലരും ഈ പാസ്വേഡ് ചേഞ്ച് ചെയ്യാതെ പിന്നീട് ഉപയോഗിച്ച് വരുമ്പോഴാണ് പിന്നീട് OTP വരുന്നില്ല, ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുള്ള റീസൺസിലൊക്കെ പ്രശ്നങ്ങൾ വരികയും പിന്നീട് ബാങ്കിനെയൊക്കെ പഴി പറയുകയും ആപ്ലിക്കേഷനെ കുറ്റം പറയുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് സാധാരണ UPI ആപ്പുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊന്നുമില്ല, വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷേ അതിനൊക്കെ ഒരു ലിമിറ്റുണ്ട്. നമുക്ക് 10 ലക്ഷം രൂപയൊക്കെ ഒരു ദിവസം ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ യോനോ ആപ്പോ അല്ലെങ്കിൽ യോനോ ലൈറ്റ് ആപ്പോ ഒക്കെ നമുക്ക് ഉപയോഗിച്ചാലേ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കിനി യോനോ ലൈറ്റ് ആപ്ലിക്കേഷനിലേക്ക് പോയാലും ചെയ്യാൻ പറ്റും. യോനോ ലൈറ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താലും നമുക്ക് ഇനി ഉപയോഗിക്കാൻ പറ്റും. അതാണ്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷവും നിങ്ങൾക്ക് യോനോ ആപ്പ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ബാങ്കുമായിട്ട് സമീപിച്ച് കാര്യങ്ങൾ പറയുക. അതായത് ബാങ്കുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക, നിങ്ങളുടെ ബ്രാഞ്ചിൽ പോയിട്ട് കാര്യം പറയുക. വീഡിയോ കണ്ട് ചെയ്തു എന്നല്ല പറയേണ്ടത്, നിങ്ങൾ ചെയ്യേണ്ട രീതിയിൽ ചെയ്തു നോക്കി അതിനുശേഷവും പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ അവർ ശരിയാക്കി തരുന്നതാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും നേരായ വണ്ണം ഇതുപോലെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാതെ OTP വരാത്തതോ ഒക്കെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കുക. നമുക്ക് ലോക്കായിട്ടുണ്ട്, ആ ലോക്ക് മാറ്റുക, അതിനുശേഷം ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു, നിങ്ങൾക്ക് തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.